ഹായ് ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയെന്ന് ഞാൻ പറയില്ല, അതിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴംപൊരി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഉടുപ്പങ്ങ് ഊരിക്കളയുക. നിങ്ങളുടെ ഉടുപ്പല്ലാട്ടോ, ഏത്തപ്പഴത്തിൻ്റെ തൊലി അങ്ങ് പൊളിച്ച് രണ്ടായി കീറിയെടുക്കുക. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ട് മെയിനായിട്ട് വേണ്ടത് കടലമാവാണ്. ആ കടലമാവിലാണ് ഞാനിന്ന് പഴംപൊരി ഉണ്ടാക്കുന്നത്. നമുക്ക് മൈദയിലൊക്കെ ഉണ്ടാക്കുന്നതിലും ഹെൽത്തിയാണ് നമുക്ക് കടലമാവിൽ പഴംപൊരി ഉണ്ടാക്കിയാൽ. അതിലുപരി ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. പിന്നെ ഈ കടലമാവിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കട്ടയില്ലാതെ ഇളക്കിയെടുക്കുക. ഈ കടലമാവിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും അലങ്കാരത്തിനായി കുറച്ച് എള്ളും പിന്നെ കളറിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ ഈ കടലമാവിലേക്ക് ഓരോ പഴത്തിൻ്റെ പീസും മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഈ മാവും പഴവും നന്നായി കുക്കായി ഒന്ന് വന്നതിന് ശേഷം ഓരോന്നായി എണ്ണയിൽ നിന്ന് കോരി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പഴംപൊരിയൊക്കെ ഇവിടെ റെഡിയാണ്. ഇന്ന് ഈവനിങ് സ്നാക്സ് നല്ല ചൂട് കട്ടൻ ചായയും പഴംപൊരിയും ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിക്കാനായിട്ട് വായോ. ഈ പഴംപൊരി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ. അടുത്ത വീഡിയോയുമായി കാണാം.